ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ടേസ്റ്റി ആൻഡ് യമ്മി ആയിട്ടുള്ളൊരു കക്ക ഫ്രൈ ആണ്. അപ്പം ഞാനും ഈ നെല്ലിക്കയ്ക്ക് ഇറങ്ങാൻ പോയപ്പോഴത്തേക്കിനാണ് ഈ കക്ക ഇങ്ങനെ ഫുള്ള് ഷെല്ലോട് കൂടി ഇട്ടേക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ അത്ത നമുക്ക് കുറച്ച് വാങ്ങാൻ, നമുക്കിത് ഉണ്ടാക്കി വെക്കാമെന്ന്. അപ്പോൾ ഞങ്ങളൊരു 3 കിലോളം മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇതിരിക്കുന്നൊരു പാത്രത്തിലിട്ട് നല്ല രീതിക്ക് കഴുകി വൃത്തിയാക്കി. ഇതിൽ ഈ കടൽ തീരത്തു നിന്നൊക്കെ പിടിച്ച് പറക്കിക്കൊണ്ട് വരുന്നതല്ലേ. അപ്പോൾ അതിൽ കുറച്ച് അഴുക്ക് ഇതൊക്കെ കണ്ടു. അപ്പോൾ അതെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് കഴുകി വൃത്തിയാക്കി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം ഊറ്റി ഇതൊന്ന് പുഴുങ്ങാൻ വെക്കണം. നമ്മളിവിടെ അടുപ്പിലാണ് പുഴുങ്ങാൻ വെക്കുന്നത്. അതാണല്ലോ അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം. പണ്ട് തൊട്ടേ ആൾക്കാർ ഇങ്ങനെയാണല്ലോ തലമുറകളായി കൈമാറി വരുന്നൊരു രീതി. എന്നിട്ടിതിപ്പോൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പുഴുങ്ങിയെടുത്ത് ഇതിപ്പോൾ അതിൽ ഷെല്ലിന് ഇപ്പം അത്യാവശ്യം പൊളിഞ്ഞിങ്ങനെ വരും. ആ പൊളിഞ്ഞതിൽ നിന്ന് അതിൻ്റെ ആ മാംസം ഇങ്ങനെ എടുത്ത് മാറണം. ആ ഇറച്ചിയെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിത് ഷെല്ലുകളിങ്ങനെ മാറ്റി ഇതാക്കി ഇറച്ചി ഇത്ര എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് 3 കിലോ വാങ്ങിച്ചിട്ട് ഇപ്പോൾ 1 കിലോ തികച്ചുണ്ടോ എന്ന് സംശയമാണ്. ഇത്രയും അതിൻ്റെ തോടാണ്. അതിന് നമ്മളിതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു 4 വലിയ സവോള, നല്ല പഴുത്ത 2 തക്കാളി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത്യാവശ്യം എരിവുള്ള നല്ല പഴുത്ത മുളക് ഒരു 2 അത്രയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു കുക്കർ വെച്ച് ആ കുക്കർ നല്ല രീതിക്ക് ചൂടാക്കി എടുക്കണം. എന്നിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഊറ്റിയിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോളയെല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. കുറേശ്ശെ വിധിട്ട് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് നല്ല പഴുത്ത തക്കാളി തന്നെ ചേർക്കണം. അതാകുമ്പോൾ പുളിയൊന്നും ഉണ്ടാവില്ല, നല്ല കറിക്ക് നല്ല കൊഴുപ്പായിരിക്കും. പിന്നെ അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം ചേർത്തിട്ട് നമ്മുടെ പൊടി ഐറ്റംസ് എല്ലാം നമുക്ക് ചേർക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർത്ത്, പിന്നെ 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. ഇറച്ചി ഐറ്റംസ് അല്ലാതെ നമ്മൾ കൂടുതലും മല്ലിപ്പൊടിയായിരിക്കും ചേർക്കുന്നത്. അതുകൊണ്ട് നമുക്കിതൊന്ന് നല്ല രീതിക്ക് ഇളക്കി വരട്ടിയെടുക്കണം. ഇത് വരണ്ട് വന്നിട്ടുണ്ട്. ഈ വരണ്ട് വന്ന സമയത്ത് നമ്മൾ നേരത്തെ പുഴുങ്ങി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കക്ക നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ പുഴുങ്ങി എടുത്തിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഒന്ന് വെന്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഹാഫ് കുക്കായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കുറച്ചുകൂടി ഒന്ന് വെന്ത് നല്ല റോസ്റ്റാക്കി എടുക്കണം. അതിനുവേണ്ടി നമ്മളിപ്പോൾ കുക്കറിലോട്ട് ഇത് കുറേശ്ശെ വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിതെല്ലാം ഇട്ട് കഴിഞ്ഞ് എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഈ മസാലയിലോട്ട് നല്ല രീതിക്ക് കൈയെടുക്കുക. കുറച്ച് നേരം ഒന്ന് ഇളക്കി ഈ മസാലയെല്ലാം ഇതിൽ പിടിപ്പിക്കണം. എന്നിട്ട് നമുക്കിതിലോട്ട് കുറേശ്ശെ കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കറിക്കൊരു ഫ്ലേവർ, നല്ലൊരു ഫ്ലേവർ കറിവേപ്പിലയുടെ കിട്ടും. എന്നിട്ട് ഈ കറിവേപ്പിലയൊക്കെ ഒന്ന് ചേർത്തിട്ട് കുറച്ച് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് ഈ കറിവേപ്പിലയെല്ലാം ഈ മസാല മൂടിയ ടൈമിൽ നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത്, കുറച്ച് വെള്ളം മാത്രം മതി. ഒരു 1/2 ഗ്ലാസ് വെള്ളമോ അത് എന്താ വെച്ചാൽ ഇതൊന്നും അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ചേർക്കാം. കുറച്ചൊരു വിസിലുള്ളിൽ മാത്രമേ നമ്മളിത് വേവിക്കുന്നുള്ളൂ. കാരണം ഓൾറെഡി പുഴുങ്ങിയ സാധനമാണ്, ഹാഫ് കുക്കായതാണ്. അപ്പം എന്നിട്ട് നമ്മളിതൊരു വെന്ത് വന്ന സാധനം തുറന്നിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് അതിൽ കുറച്ച് എണ്ണ ഊറ്റി കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ കക്ക എല്ലാം നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ കക്ക കറിയാണ്, ഇനി നമുക്ക് ഫ്രൈ ആക്കണം. ഇപ്പം നമ്മുടെ കക്ക ഫ്രൈ നല്ല രീതിയിൽ എണ്ണയിട്ട് റോസ്റ്റാക്കി എടുത്തതിൽ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ തുടർന്നുള്ള അതിൻ്റെ അടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, താങ്ക് യു.